മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയ്ക്കായിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ട് കരുണയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ സന്തോഷമാവുന്നു. വരുന്നുണ്ടല്ലോ ആ ഉണ്ണിമോൻ, എന്താണെങ്കിലും അവളുടെ വായിലിരിക്കുന്നത് ഇനി എന്തൊക്കെയാണോ അവൻ കേൾക്കാൻ പോകുന്നതെന്നെല്ലാം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുമ്പോഴേക്കും പ്രതാപനും പറയുന്നുണ്ട് ശരിയാണ് എന്ന്. അപ്പോഴേക്കും മോഹിനിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നു. ഉണ്ണിയെ കാണുമ്പോൾ മോഹിനിക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അവളുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, അവൻ എന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രതാപനും ആണെങ്കിലും ആകെ സന്തോഷിക്കുന്നുണ്ട്. അതേസമയം കരുണയാണെങ്കിൽ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ണി വരുന്നതെല്ലാം കാണുന്നുണ്ട്. അത് കണ്ട് വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കരുണ. അങ്ങനെ ഉണ്ണിയെ കാണുന്നതും കരുണയ്ക്കാണെങ്കിൽ അടിമുടി വിറയ്ക്കുന്നുണ്ട്. ദേഷ്യം വന്ന് കരുണയാണെങ്കിൽ അവിടെ നിന്ന് മുറിയിലോട്ട് പോകുന്നു. ഗിഫ്റ്റുമായിട്ട് അകത്തോട്ട് കയറി വരുന്ന ഉണ്ണിയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട്, എന്താണെങ്കിലും വന്നത് നന്നായി. ആരെങ്കിലും പറഞ്ഞാണെങ്കിലും നീ ഈ ഒരു ദിവസം ഓർത്തല്ലോ, അവൾക്ക് ഗിഫ്റ്റുമായിട്ട് വന്നതൊക്കെ നന്നായി. ഇനി എന്താണെങ്കിലും അവളുടെ വായിലിരിക്കുന്നതെല്ലാം നേരിട്ട് തന്നെ കേട്ടോളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഉണ്ണിയെ അകത്തോട്ട് വിടുന്നു. അപ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, ഗിഫ്റ്റ് കൊണ്ടുവരുന്നതിനെക്കാട്ടിക്ക് എത്രയോ നല്ല കാര്യമാണ് മോഹിനി അവളെ കാണാൻ വന്നത്. അത് അവൾക്ക് വളരെ സന്തോഷമാകും. എന്താണെങ്കിലും അവളേക്കൊന്ന് പുറത്തോട്ടെല്ലാം കൊണ്ടുപോകാനെല്ലാം പറയുന്നുണ്ട് ഉണ്ണിയോട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ ഉണ്ണി വരുന്നതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണിയെ അപമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരികളെല്ലാം കൊണ്ടുപോയി ആർഭാടമായിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി കൊടുക്കണമെന്നെല്ലാം ഞാൻ വിചാരിച്ചതാണ്. അതൊന്നും ഇനി എനിക്ക് നടക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ടെന്നെല്ലാം ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങളെ കാണണ്ട എന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നതെല്ലാം പറയുമ്പോഴേക്കും എനിക്ക് ആരുടെയും ഗിഫ്റ്റൊന്നും വേണ്ട, അത് കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോക്കാളെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടത് ഒരു നട്ടലുള്ള ഭർത്താവിനെയാണ്, അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഒരു മണ്ണുണ്ണിയെ അല്ല എന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അവനെന്ത് ചെയ്യാനാണ്, അവനിക്ക് അതല്ലേ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇടയിൽ വരുന്നുണ്ട്. ഇയാൾ സിവിൽ എഞ്ചിനീയർ പാസ്സായ ഒരാളല്ലേ, ഇയാൾക്കൊരു ജോലി കിട്ടാൻ എന്താണ് ഒരു പാടുമില്ലല്ലോ, ഇയാൾക്ക് അങ്ങനെ ഒരു ജോലി നോക്കി അവിടെ നിന്ന് മാറാൻ പാടില്ലേ എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാണ്, അത് വേണമെങ്കിൽ ഉണ്ണിമോന് ചെയ്യാം. എന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീടെല്ലാം വെച്ചുകൊണ്ട് കരുണ മോളെയും കൂട്ടി അങ്ങോട്ട് താമസം മാറാനെല്ലാം പറയുന്നുണ്ട്. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല, ഇന്ന് എൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആണെന്നെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ തുള്ളി വരുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയെ വിലക്കുന്നു. ഈ പ്രസൻറ്റേഷൻ നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്, അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതിവിടെ വെച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അതവിടെ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അയാളൊരു പിശുക്കനാണ്, അയാൾ ഇതൊന്നും മേടിച്ചുകൊണ്ട് വന്നതല്ലായിരിക്കും, അയാൾക്ക് അവനും അവളും കൂടെ കൊടുത്തു വിട്ടതായിരിക്കും എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശിയുടെ നേരെ ചാടിക്കടിക്കുന്നുണ്ട് കരുണ. പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു ആണെങ്കിൽ സാഗറിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഏട്ടത്തി നമ്മളോടായിട്ട് ചോദിച്ചു നമുക്കിനി എപ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതെന്നെല്ലാം ചോദിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിനൊക്കെ ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ എന്നെല്ലാം സാഗർ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയും പ്രതാപനും കൂടെ കരുണയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള നെക്ലസ് എടുത്ത് നോക്കുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട്. കരുണയോടായിട്ട് മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, മോളെ ഇത് നല്ല കനമുള്ള ഒരു നെക്ലസ് ആണല്ലോ, നന്നായിരിക്കുന്നത് കാണാനെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയോടായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കരുണയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അത്ര സന്തോഷം വരുന്നില്ല. ഈ നെക്ലസ് അയാൾ വാങ്ങിക്കൊണ്ട് വന്നതൊന്നുമല്ല, അയാൾ അത്രയ്ക്കും പിശുക്കനാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരം കനമുള്ള ഒരു നെക്ലസ് മേടിച്ചുകൊണ്ട് വരുന്നത്? ഇത് അയാളും അവനും കൂടെ കൊടുത്തു വിട്ടിട്ടുള്ള നെക്ലസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട് കരുണ. ഇതിനു മുമ്പും അയാൾ എന്നെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കാല് തുള്ളുന്നുണ്ട് കിടന്ന്. എന്നിട്ട് ആ ബോക്സിൽ വെച്ചെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു, ആർക്ക് വേണമെന്നറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ സങ്കടമാകുന്നു. പിന്നീട് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ കതക് തുറക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയ്ക്കാണെങ്കിൽ കരുണയെ കാണുന്നത് വളരെ സന്തോഷമാവുന്നു. കരുണയാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. മോള് വരുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു, കാരണം മോൾക്ക് ഒരിക്കലും ഉണ്ണിയെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോഴേക്കും എനിക്കതൊന്നും അറിയണ്ട, എൻ്റെ ഭർത്താവായ ഉണ്ണിയെ കാണാനാണ് ഞാനിവിടെ വന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതേസമയം ഉണ്ണിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോടായിട്ട് കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾ ഇന്നാൾ എന്നെ പറ്റിച്ചതുപോലെ വീണ്ടും പറ്റിക്കാമെന്ന് വിചാരിച്ചോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കാല് തുള്ളിക്കൊണ്ട് തന്നെ കരുണ നിൽക്കുന്നു.
നീ എന്താണ് കരുണ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ഉണ്ണി പറയുമ്പോഴേക്കും ആ നെക്ലസ് നിങ്ങളല്ലല്ലോ വാങ്ങിയത്, നിങ്ങൾ മേടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ പറ്റിക്കുകയല്ലേ ചെയ്തതെന്ന് കരുണ ചോദിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോളെ നീ എന്താണ് പറയുന്നത്, അത് ഉണ്ണിമോൻ തന്നെ വാങ്ങിക്കൊണ്ട് വന്നതാണെന്നെല്ലാം തിരിച്ചു പറയുന്നുണ്ട് ദുർഗ. അയാളും അവളും കൂടെ മേടിച്ച് തന്നിട്ടുള്ള നെക്ലസ് എന്നെ പറ്റിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ മേൽ തുള്ളിച്ചാടുന്നത് കരുണ. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് മഹിയും കണ്ണനും കൂടെ. അങ്ങനെ കണ്ണനാണെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ, നിങ്ങളും ഇവളും കൂടെ തന്നുവിട്ട ഈ പ്രസൻറ്റേഷനാണ് ഇയാൾ എനിക്ക് കൊണ്ടുതന്നത്, അല്ലാതെ ഇയാൾക്ക് ഒരിക്കലും ഇതൊന്നും മേടിച്ചു തരാൻ കഴിവില്ല എന്നെല്ലാം കരുണയാണെങ്കിൽ ഉണ്ണിയെ അപമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കപ്പാസിറ്റി എനിക്കറിയാം, അതുകൊണ്ട് ഇയാളല്ല ഇത് മേടിച്ച് തന്നതെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഇയാൾ ഈ ജ്വല്ലറിയുടെ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായതെന്നല്ല കരുണയാണെങ്കിൽ കലതുള്ളിക്കൊണ്ട് തന്നെ പറയുന്നു. ഇത് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീൻ ഉണ്ടാവില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് കലി തുള്ളിക്കൊണ്ടുകൊണ്ട് ഉണ്ണി പറയുന്നുണ്ട്, എന്നാലും ഉണ്ടാവും, നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഇതെല്ലാം ഇവളെ അപ്പോൾ തന്നെ അറിയിക്കുമായിരുന്നു എന്നെല്ലാം മഹിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉണ്ണി പറയുന്നു. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയുടെയും ഉണ്ണിയുടെയും മുഖത്തോട്ട് നോക്കി തന്നെ ഇത് അമ്മ തന്നെ ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നെക്ലസ് എടുത്ത് വലിച്ചെറിയാണ് കരുണ. ഇത് കണ്ടാകെ വിഷമിച്ച് നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും കൂടെ. ഉണ്ണി പറയുന്നുണ്ട്, നീ എന്താണ് കരുണ ഈ കാണിക്കുന്നത്, ഞാൻ എന്തുമാത്രം പാടുപെട്ടും മേടിച്ചുകൊണ്ട് വന്നതാണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോളെ ആരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇത് ഉണ്ണി തന്നെ മേടിച്ചുകൊണ്ട് വന്നതാണെന്നെല്ലാം പറയുന്നത് കേട്ട് കല്ലി തുള്ളിക്കൊണ്ട് തന്നെ കരുണ പറയുന്നുണ്ട്, ഇനി എന്നെ കാണാനോ പറ്റിക്കാനോ വേണ്ടി നിങ്ങൾ അങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും ആകെ ആശ്ചര്യത്തോട് നിൽക്കുന്ന ഭാഗമാണ് ഇനി കാണുന്നത്. അങ്ങനെ വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.